രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം തുടരുകയാണ്. ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദമാണ് തുടരുന്നത്. പ്രോസിക്യൂട്ടർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ചാറ്റുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കോടതിയെ ഹാജരാക്കിയെന്ന് മനസ്സിലാക്കുന്നു. കോടതിയെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ധരിപ്പിക്കാൻ സാധിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആത്മഹത്യാ ശ്രമം വരെ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയെ നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള വിശദമായ തെളിവുകളാണ്, ഇല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകളാണ് ഇപ്പോൾ കോടതിയെ ഹാജരാക്കിയിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള വാദം തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, എന്താണ് കോടതിയിൽ സംഭവിക്കുന്നത്? തന്നെ പ്രോസിക്യൂഷൻ വാദം തുടരുകയാണ്. ഗർഭചിത്രം നടത്താൻ രാഹുൽ തന്നെയാണ് നിർബന്ധിച്ചത് എന്നുള്ള ചാറ്റുകൾ നേരത്തെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിന് തെളിവുണ്ട് എന്നുള്ള വാദം പ്രോസിക്യൂഷൻ നിരത്തുകയും ചെയ്തു. ഇപ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് രാഹുൽ തന്നെ നിർബന്ധിച്ചാണ് ഈ മരുന്ന് കഴിപ്പിച്ചത്, ഗുളിക കഴിപ്പിച്ചത് നിർബന്ധിച്ച് രാഹുൽ തന്നെയാണ് ഗർഭചിത്രം നടത്താനായി ഗുളിക കഴിപ്പിച്ചത് എന്നുള്ള വാദമാണ് നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തുന്നത്. നേരത്തെ തന്നെ വീഡിയോ ചിത്രീകരിച്ച് ഈ മരുന്ന് കഴിക്കുന്നത് വീഡിയോയിൽ ചിത്രീകരിച്ച് വീഡിയോ കോളായി കണ്ടു എന്നുള്ളതുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ എഫ്ഐആറിൽ ഉൾപ്പെടെ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ രാഹുൽ തന്നെയാണ് ഗുളിക വാങ്ങി നൽകിയതും മറ്റൊരാളെ കൊണ്ട് അത് കൊടുപ്പിച്ച് അവിടെ നിന്ന് കഴിക്കുന്നത് ഉറപ്പുവരുത്തിയതും രാഹുൽ തന്നെയാണ് എന്നുള്ള വാദമാണ് നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ നടത്തുന്നത്. നേരത്തെ പ്രതിഭാഗം രാഹുലിന് വേണ്ടി വക്കീൽ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ രാഹുൽ നിർബന്ധിച്ചല്ല, സ്വമേധയാ പെൺകുട്ടിയെടുത്ത തീരുമാനമാണ് ഗർഭചിത്രം നടത്താൻ എന്നുള്ള വാദമായിരുന്നു പ്രതിഭാഗം ഉയർത്തിയത്. പക്ഷേ അതിനെ ഗണ്ണിക്കാനാണ് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന ചാറ്റുകൾ, പ്രതിഭാഗം സമർപ്പിച്ച ചാറ്റുകൾക്ക് പുറമെ അതിന് മുമ്പും പിൻപുമുള്ള ചാറ്റുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. ഒപ്പം തന്നെ രാഹുൽ ഇന്ന് കോടതി ചേരുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹർജി ഇന്നലെ കോടതിയിൽ വാദത്തിനിടെ വിധിവരും വരെ അറസ്റ്റ് തടയണം എന്നാവശ്യമായിരുന്നു ഉന്നയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇന്നലെ വ്യക്തമാക്കിയത് പോലീസിന്റെ നടപടിക്രമങ്ങളിൽ ഉറപ്പ് നൽകാൻ തനിക്ക് കഴിയില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ കോടതിയും അക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായിരുന്നില്ല. അറസ്റ്റ് തടയണം എന്നുള്ള കാര്യം കോടതിയും അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വിധി പറയും വരെ എങ്കിലും അറസ്റ്റ് തടയണം എന്നുള്ള ഒരു ഉപഹർജിയായി മറ്റൊരു ഹർജി നിലവിൽ നൽകിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യം എന്നുള്ളത് അറസ്റ്റ് തടയാനുള്ള ജാമ്യ ഹർജിയാണ്. അതിന് പുറമെ വിധി വരുന്നവരെ, മുൻകൂർ ജാമ്യത്തിൽ വിധി വരുന്നവരെ അറസ്റ്റ് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രതിഭാഗം അങ്ങനെ ഒരു ഹർജി നിലവിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്, റിപ്പോർട്ടിൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണവശാലും നിർബന്ധിച്ചല്ല ഈ ഗർഭചിത്രം നടത്തിയത് എന്നുള്ളതാണ്. ഗർഭചിത്രം ആണ് നിലനിൽക്കുക, അത് പ്രധാനപ്പെട്ട വിഷയമായി നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ് ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ചിട്ടില്ല എന്ന വാദങ്ങൾ പ്രതിഭാഗം ഇപ്പോൾ ആവർത്തിച്ച് കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ പൂർണ്ണമായും ഗണ്ണിക്കുന്ന നിലപാടാണ് ഇപ്പോൾ പ്രോസിക്യൂഷനും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിന് മുന്നിലെത്തി ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെ മുഴക്കിയാണ് ഗർഭചിത്രം നടത്താൻ രാഹുൽ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം വീട്ടിൽ നിന്ന്, ഫ്ളാറ്റിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ പെൺകുട്ടിയുടെ വീട്ടുകാരുൾപ്പെടെ നിൽക്കുന്ന ഘട്ടത്തിലും പറഞ്ഞു എന്നുള്ള വാദങ്ങൾ ഉൾപ്പെടെ നിലവിലിപ്പോൾ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വാദം പൂർത്തിയാക്കി രേഖകൾ പരിശോധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയും. അതിനായുള്ള കാത്തിരിപ്പാണ്. രാഹുലിന് ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കാര്യമാണ്. ഇതിനിടയിലാണ് രാഹുലിന്റെ അറസ്റ്റിനായുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതിന്റെ വിവരങ്ങൾ ചോർന്നു കിട്ടുന്നു എന്നുള്ള വിവരം ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തീർത്തും രഹസ്യാത്മകമായി മാത്രം ഇനി മുന്നോട്ട് പോയാൽ മതി എന്നുള്ള നിർദ്ദേശം ADGP H. വെങ്കടേഷ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ ഡ്രൈവറെയും ഒപ്പം തന്നെ മറ്റൊരു സഹായിയെയും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്തെന്ന രാഹുൽ ഏതൊക്കെ വഴിക്ക് പോയിട്ടുണ്ട് എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ഒപ്പം തന്നെ വ്യാപകമായി പ്രധാനപ്പെട്ട രണ്ട് കാര്യം. ഒന്ന്, ഉഭയസമ്മത പ്രകാരമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധമെന്ന് ഈ അഭിഭാഷകൻ, രാഹുലിന്റെ അഭിഭാഷകൻ പ്രധാനമായിട്ട് ഉയർത്തി. ഇന്നലെയും അത് നമ്മൾ കണ്ടതാണ്. പിന്നെ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാദം. ഇതിനെ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ പൊളിക്കുന്നത്? തന്നെ ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഈ ഗർഭിണിയായിട്ടില്ല പെൺകുട്ടി എന്നുള്ള വാദങ്ങളൊക്കെയാണ് നിലവിൽ പ്രതിഭാഗം നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഗർഭിണിയായതിനും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തുന്ന നിലയിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെ അത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇതിന്റെ ആധികാരികത ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ശേഖരിച്ച് അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പെൺകുട്ടിയുടെ ശബ്ദ സാമ്പിൾസ് ശേഖരിക്കുകയും അതിനുശേഷം ആ പുറത്തു വന്ന ഓഡിയോയിലെ ശബ്ദവുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും രാഹുൽ
മാങ്കുട്ടത്തിന്റെ തന്നെയാണ് ഈ ഓഡിയോ സന്ദേശം എന്ന് വ്യക്തത വരുത്തുകയും ഒക്കെ നിലവിൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ ഈ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നത് ഈ ഫോണിൽ സംസാരിച്ചത് താൻ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംസാരം ഒന്നും രാഹുലിൻ്റെതല്ല എന്നുള്ള ഒരു വാദത്തിലേക്കൊന്നും പ്രോസിക്യൂഷൻ നിലവിൽ പോയിട്ടില്ല. പക്ഷേ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചില്ല എന്നുള്ള വാദമാണ് നിലവിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പെൺകുട്ടിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് ഉണ്ടായത്, ഗർഭിണിയായത് രാഹുൽ മാങ്കുട്ടത്തിലൂടെയല്ല എന്നുള്ള കാര്യം ഉൾപ്പെടെയാണ് വാദങ്ങളായി പ്രതിഭാഗം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഗണ്ണിക്കാനാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശം, ഒപ്പം തന്നെ ചാറ്റുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ സാക്ഷി മൊഴികൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ നിലവിൽ പല സാക്ഷികളുമുണ്ട്, പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുണ്ട്, ഒപ്പം തന്നെ ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളിൽ നിന്നൊക്കെ ശേഖരിച്ച മൊഴികൾ ഉൾപ്പെടെ നിലവിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദം പൂർത്തിയായെന്ന് അറിയുന്നുണ്ട്. എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. അതെ.